ഗായ്സ് ഞങ്ങൾ അഞ്ചനൻട്രി ഹിൽസിലാണുള്ളത്. ഇവിടുന്ന് ഏകദേശം 577 അങ്ങനെ കണ്ട് സ്റ്റെപ്പ് കയറണം. ഇവിടെയാണ് ഹിൽസ് വരുന്നത്. സോ ലെറ്റ്സ് ഗോ ഗായ്സ്. ഞങ്ങൾ ഇവിടെ സ്റ്റെപ്പ് കയറി മരിക്കുന്നതാണ്. സോ എൻട്രി ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഹായ് അക്ക. ഓക്കെ, പൈസ ചോദിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്ത് എത്തി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെരുപ്പൊക്കെ റിമൂവ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ അടുത്ത് അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഹനുമാൻ ടെമ്പിൾ. 574 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഇവര് ഫൗളാണ്. ഈ വലിയ സ്റ്റെപ്പ് ഒന്നായിട്ട് കണക്കൂട്ടുണ്ട്. അത് പറ്റൂല ഗായ്സ്. ഇതുവരെ തുള്ളി നടന്ന സാധനമാണ്. ഒരു അക്ഷരം മിണ്ടുന്നില്ല കിടക്കുന്നത്. നമ്മളെ പോലത്തെ വേറെ ആരൊക്കെയും ഉണ്ട്. എല്ലാരും പോയി, ഞങ്ങൾ മാത്രമേ വേങ്ങത്തുള്ളൂ. സേഫ് അല്ലേ? പക്ക. ഓക്കെ ചട്ടോ. ടെമ്പിൾ അല്ലെങ്കിൽ ഷെയ്ഡ്സ് വിട്ട ഒരു കളിയില്ല ഗൈസ്. ഏറെക്കുറെ 200 അടുത്ത് സ്റ്റെപ്പ് കയറി. ഇവിടുന്നുണ്ടല്ലോ വ്യൂ ഉണ്ടല്ലോ, കിടിലം വ്യൂ. ഓ ഫൈനലി നടന്ന് എത്തി ഗൈസ്, എത്തി. ഫൈനലി വി ഗോട്ട് ഇറ്റ്. ഞാനത് അച്ചീവ് ചെയ്തിരിക്കുന്നു ഗൈസ്. ഫൈനലി ഞങ്ങൾ ഹനുമാൻ ടെമ്പിളിന്റെ മേലെത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഹനുമാൻ ജനിച്ചതെന്ന് അറിയപ്പെടുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സംഭവം അങ്ങോട്ട് കയറാൻ കാലൊക്കെ നല്ലോണം പൊട്ടി, നല്ലോണം ഇടങ്ങേറായിട്ടുണ്ട്. പക്ഷേ ആ വ്യൂവും അവിടെ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. ലൈഫിൽ 1 ടൈം എങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊക്കെ വേറെയാണ്. അത്രയും ചൂട് സമയമാണെങ്കിലും പക്ഷെ നല്ല കാറ്റായിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. നല്ല ഒടുക്കത്തെ കാറ്റായിരുന്നു. മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുകയായിരുന്നു. അതുകൊണ്ടെന്താ മുടി അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് വെച്ച് അല്ലേ നമ്മളോടാ കളി. അപ്പോൾ ഗൈസ്, നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോവുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ മോർണിംഗ് പോകാൻ നോക്കുക, അല്ലെങ്കിൽ കാലിന് ഒരു പണി കിട്ടും. എന്തായാലും കാലൊക്കെ പൊള്ളി ഒരു വിത്താവും. അപ്പോൾ അതിനും മോർണിംഗ് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല, ചൂടൊന്നും അധികം ഉണ്ടാവില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഹംപി കണ്ടോണാണോന്ന് അറിയില്ല. ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചായിരുന്നു കേട്ടോ. ആ ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലോട്ട് കുറച്ച് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോയി. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട്. അപ്പോൾ അത് ഹനുമാൻ ചെറുപ്പത്തിൽ അവിടെ നിന്ന സ്ഥലമെന്നാണ് പറഞ്ഞു. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. ഇവിടെയാണ് ആരോ എന്തൊക്കെയോ ചെയ്തത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മെഷീൻ അച്ചീവ് ചെയ്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ പൊട്ടി ഏകദേശം വീങ്ങി വരുന്നുണ്ട്. വിഷയമല്ല. കാണുന്ന മലയുടെ മേലെ തിരിച്ച് നാട്ടിലേക്ക് പോകണം. ബൈ ബൈ ഹനുമാൻ ടെമ്പിൾ.